മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ? നിങ്ങൾ ഈ രംഗത്ത് ഒരു ഗവൺമെൻറ് പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള ആളുകളായിട്ടാണ് ഞാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാലും മന്ത്രിമാർ പറഞ്ഞാലും ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞാലും ആര് പറഞ്ഞാലോ പറയുന്നതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ, സത്യമുണ്ടോ, അതാണ് ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ്. ആ കള്ളം എത്രയോ കാലമായിട്ട് ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ നിരോധനം ആരാണ് കൊണ്ടുവന്നത്, എന്തിനാണ് കൊണ്ടുവന്നത്, എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്, എന്തുകൊണ്ടാണ് ഇതുവരെയും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2016 അധികാരത്തിലേറി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറി 30 ദിവസത്തിനുള്ളിൽ തന്നെയാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ദുരന്തങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അന്നിരുന്ന് ജില്ലാ കളക്ടറാണ് ആദ്യം 8 വില്ലേജുകളുടെ നിർമ്മാണ നിരോധനം മൂന്നാർ മേഖലയിൽ തുടങ്ങിയത്. ആരാണ് അദ്ദേഹത്തോട് 8 വില്ലേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. 2010 ജനുവരി മാസം 10-ാം തീയതിയിലെ കോടതി ഉത്തരവിൽ ഇത്രേ പറയുന്നുള്ളൂ, മൂന്നാർ ഏരിയയിൽ അവിടെ വ്യാപകമായിട്ട് കള്ളപ്പട്ടയം ഉണ്ടാക്കുന്നുണ്ട്, കള്ളപ്പട്ടയത്തിൽ അനുസരിച്ചുള്ള കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്, സർക്കാർ ഭൂമി കയ്യേറുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്ത് കെട്ടിട നിർമ്മാണങ്ങൾ നടത്തുന്നതിന് മുമ്പായി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് NOC കൊടുക്കണം. അതാര് കൊടുക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. വില്ലേജ് ഓഫീസർ കൊടുക്കണോ, തഹസിൽദാർ കൊടുക്കണോ, കളക്ടർ കൊടുക്കണോ, ഒന്നും ആ ഉത്തരവിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ഉത്തരവിൻ്റെ കോപ്പി എടുത്തതിനെ അറിയാം. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ 2016 അധികാരത്തിൽ വന്ന് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് 1 മാസത്തിനുമാണ് 8 വില്ലേജുകൾ മൂന്നാർ ട്രിബ്യൂണലിൻ്റെ ഏരിയ തീരുമാനിച്ച് അദ്ദേഹം ഉത്തരവിട്ടു. അന്ന് മുതൽ ഇടുക്കിയിലെ ജനങ്ങൾ പറയുന്നില്ല ഇത് തെറ്റാണ്, പരിഹാരം ഉണ്ടാക്കണം. ആരും കേട്ടില്ല. ആനവിലാസം നമ്മുടെ അപ്പുറത്ത് കിടക്കുന്ന ചക്കുവളം പഞ്ചായത്തിലെ ആനവിലാസം കൂടി ഇതിനകത്ത് പെട്ടു. 5 കൊല്ലം വേണ്ടി വന്നു ആ മേഖലയുമായിട്ട് മൂന്നാറുമായി കുലബന്ധം പോലും ഇല്ലാത്ത ഏതാണ്ട് 70-80 കിലോമീറ്റർ ദൂരമുള്ള ആനവിലാസം മാറ്റാൻ 5 കൊല്ലം വേണ്ടി വന്നു. ഇപ്പം എന്താ സ്ഥിതി എന്താ? 2019 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഹൈക്കോടതിയിൽ അങ്ങോട്ട് പോയി ഗവൺമെൻറ് വെച്ചിരുന്ന അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് തമ്പാൻ എന്ന് പറയുന്ന ആൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരിക്കുമ്പോഴാണ് ഈ നിർമ്മാണ നിരോധനം കോടതിയോട് അങ്ങോട്ട് പോയി പറഞ്ഞ് ഇടുക്കി ജില്ലയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞു. എന്താ ഉണ്ടായത്? 8 വില്ലേജുകാർക്ക് വേണ്ടി നിയന്ത്രണം വെച്ചപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കേസ് കൊടുക്കും. ഞങ്ങൾക്ക് 8 വില്ലേജ് മാത്രം പറ്റത്തില്ല, ഞങ്ങൾക്ക് സാമാന്യ നീതി വേണം, ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി എന്ത് വേണ്ടു? കോടതി ഗവൺമെൻറ്റിനോട് അഭിപ്രായം ചെയ്യും. കോടതി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ 8 വില്ലേജ് മാത്രമല്ല ജില്ല മുഴുവൻ നിർമ്മാണ നിരോധനം നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ കോടതി ചോദിച്ചു അടുത്ത സിറ്റിങ്ങിന് മുമ്പ് അവധി വെച്ച് കഴിഞ്ഞാൽ അടുത്ത സിറ്റിങ്ങിന് ആവുമെന്ന് ചോദിച്ചു. അപ്പോൾ രഞ്ജിത്ത് തമ്പാൻ പറഞ്ഞു ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ബാക്കി. അടുത്ത അവധിക്ക് മുമ്പ് 2019 ആഗസ്റ്റ് മാസം 22-ാം തീയതി സർക്കാർ ഉത്തരവ് ഇറക്കി. അന്ന് തുടങ്ങിയതാണ് ഈ ജില്ലയോടുള്ള പകയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ. ആ 2019 കഴിഞ്ഞപ്പോൾ 2026 കഴിഞ്ഞു. 7 വർഷമായി. എന്നിട്ട് ആളുകളെ കളിപ്പിക്കാൻ ഞാൻ 2023 കഴിഞ്ഞപ്പോൾ ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഭേദഗതിയല്ല. ആ ഭേദഗതി നിങ്ങൾ മാധ്യമപ്രവർത്തകർ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അകത്ത് ആ ഭേദഗതി നടത്തിക്കൊണ്ട് പറഞ്ഞ LDF നടത്തിയ പ്രഖ്യാപനം എന്താ? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി. ഇനിയൊരു പ്രശ്നമില്ല, കർഷകൻ്റെ ഭൂമിയിൽ അവൻ എന്തും ചെയ്യുക. അങ്ങനെ വഞ്ചിച്ചു. പക്ഷെ അതിലേക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭേദഗതി എന്താ പറയുക? ഭൂനിയമ ഭേദഗതി എന്താ പറഞ്ഞിരിക്കുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പിണറായി സർക്കാർ തന്നെ 64 റൂൾ അനുസരിച്ച് കെട്ടിടം പണിതിട്ടുള്ള 64 റൂൾ അനുസരിച്ച് പട്ടയം കിട്ടിയിട്ടുള്ള ഭൂമിയിൽ വീടും കൃഷിയും ഒഴികെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ വേറെ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ടെങ്കിൽ അത് അനധികൃതമാണ്. ആ അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാനുള്ള കാര്യം മാത്രമേ ഈ 2023 ഈ ഭൂനിയമ ഭേദഗതിയിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അതും എവിടെയെങ്കിലും ഭേദഗതി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, മാധ്യമം പുറത്ത് ചോദിക്കുക. ഇടുക്കി ജില്ലയിൽ എവിടെയെങ്കിലും 2023 ഈ പറയുന്ന ഉത്തരവിറക്കി എവിടെയെങ്കിലും ഒരു വ്യക്തിയുടെയെങ്കിലും ഇത് 100 കണക്കിനല്ല 1000-കണക്കിന് അനധികൃത നിർമ്മാണങ്ങളെന്ന് അത് കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളുടെയെങ്കിലും ഈ 2023 ഈ ഉത്തരവിറക്കിയിട്ട് ഒരു വ്യക്തിയുടെ ചൂണ്ടിക്കാണിച്ചാൽ മതി ഞങ്ങളുടെ ഈ ഉത്തരവനുസരിച്ച് ക്രമവൽക്കരിച്ച് കൊടുത്തിട്ടുണ്ട്, ഫീസ് വാങ്ങിച്ച് പറയാനില്ല. ഇപ്പം എന്താ അവസാനം ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തലേ ദിവസം ക്യാബിനറ്റ് കൂടിയിട്ട് വീണ്ടും പറഞ്ഞിരിക്കുന്നു എല്ലാ നിയന്ത്രണങ്ങളും മാറ്റിയിരിക്കുന്നു. പത്രസമ്മേളനം നടത്തി പറയുന്നതാരാ? ബഹുമാന്യനായ ഇവിടുത്തെ മന്ത്രിയാണ്, ഇടുക്കിയുടെ ജനപ്രതിനിധിയായ മന്ത്രിയാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാതെ ഉദ്ദേശം എന്താണ്? ഈ കേരളത്തിൽ നടപ്പാക്കിയ ഒരു കേരള ഗവൺമെൻറ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് പറയേണ്ട സത്യത്തിൽ അദ്ദേഹം ആണെന്ന് ഞാൻ കരുതുന്നില്ല. ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞോട്ടെ, ഇടുക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്നുള്ളതിൽ.
പക്ഷെ എന്താണ് ചെയ്തിരിക്കുന്നത്? 5 കൊല്ലം ഒരു മന്ത്രി വിചാരിച്ചിട്ട് ഭേദഗതി ചെയ്യാൻ പറ്റാത്ത, ഒന്നും സഹായിക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ തലേ ദിവസം ഒരു ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ എന്തായാലും സമാനം പറയുക. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കും. കട്ടപ്പന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനം 2025 നവംബർ മാസം 15-ാം തീയതി, അത് കഴിഞ്ഞ വർഷം നവംബർ മാസം 15-ാം തീയതി കൂടിയ മന്ത്രിസഭാ യോഗം ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കും. 2025 നവംബർ 15-ൻ്റെ പ്രത്യേകത എന്താ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തലയാഴ്ചയാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രമാണിച്ചൊരു സർക്കാർ ഒരു ക്യാബിനറ്റ് തീരുമാനം. ആ ക്യാബിനറ്റ് തീരുമാനത്തിൽ പറഞ്ഞാൽ എന്താ? കട്ടപ്പനയിൽ ഉൾപ്പെടെയുള്ള ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കും. ഒരു നിബന്ധനകളുമില്ല. അവിടെ എത്രയാണ് സ്ക്വയർ ഫീറ്റ് എന്നോ അല്ലെങ്കിൽ പരിധിയോ ഒന്നുമില്ല. യഥേഷ്ടം എന്ത് വേണമെങ്കിലും കൊടുക്കും. എത്ര മാസമായി? ഇപ്പോൾ 4-5 മാസമായി ഒരാൾക്കെങ്കിലും ഒരു പട്ടയെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടയവും കൊടുത്തിട്ടില്ല. ആദ്യം കുറച്ച് പേരുടെ അപേക്ഷ വാങ്ങിച്ചു. അത് കഴിഞ്ഞ ആഴ്ച പറയുന്നു ആ അപേക്ഷ ശരിയല്ല, വീണ്ടും ഒരു അപേക്ഷ. അപ്പോൾ അതേ വീണ്ടും വന്നിട്ട് വ്യാപാരി വ്യവസായികളുടെ കയ്യിൽ കൂടെ അപേക്ഷ ഫാർ അടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഈ മിനിഞ്ഞാന്ന് വരെ എൻ്റെ അപേക്ഷ ഫാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചില വ്യാപാരി വ്യവസായികളൊക്കെ ചോദിച്ചു പറഞ്ഞു, എന്നാ ചെയ്യാനാ സാറേ, അപേക്ഷ തരുമ്പോൾ ഞങ്ങൾക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? ഇത് നടക്കില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഒരു തരത്തിലും നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഓരോരോ തട്ടിപ്പുകൾ വളരെ വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, ഞാൻ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഉയർന്ന വിലയിൽ നിങ്ങളുടെ വിളകൾ വിൽക്കാൻ ഇനി ഞങ്ങൾ സഹായിക്കാം. നിങ്ങളുടെ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ വിളകൾ ഇനി പവിത്ര അഗ്രോ വെയർഹൌസിൽ സുരക്ഷിതമായി സംഭരിക്കാം. നടപ്പ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഫയർ, ഇൻഷുറൻസ് എന്നിവയടക്കം ഉന്നത നിലവാരം പുലർത്തുന്ന വെയർഹൌസ് ആണ്. ഏവർക്കും സന്ദർശിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.